രാധാകൃഷ്ണൻ, മോദി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ജൂൺ 13 ഇറ്റലിയിൽ G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കും, അതിന് ക്ഷണമുണ്ട് എന്ന്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. 400 സീറ്റ് കിട്ടും എന്ന് അദ്ദേഹം അമിത്ഷായും ആവർത്തിച്ച് പറയാറുമുണ്ട്. അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ജനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം ഇത്രയേറെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്തൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ സംസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് എത്ര റോഡ് ഷോയിൽ, എത്ര മീറ്റിങ്ങുകളിൽ, എത്ര വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ജനകീയനായൊരു രാഷ്ട്രീയ നേതാവ് വേറെ ആരുണ്ട്? മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം പറയുന്നില്ലേ? ചോദിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമയാണ്. അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നുണ്ടല്ലോ. കണക്കും വസ്തുതകളും എല്ലാം നിരത്തിയിട്ടാണല്ലോ. അപ്പോൾ ഈ 4ൽ 3 ആണ് BJPയുടെ സീറ്റ് നില എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അതിൽ കൂടുതലുണ്ടാവും, അതിൽ കൂടുതൽ. അതാണ് 400 സീറ്റ് എബവ് 400 ഉണ്ടാവും. അതെയോ? എബവ് 400 ഉണ്ടാവും. 400-ന് അപ്പുറത്തേക്ക് പോകും, അത് ഉറപ്പാണ്. വേറെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ടേ? ഓൾട്ടർനേറ്റീവ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയം നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു കാലമാണ്. അന്നൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു. ആരാണ്? ജയപ്രകാശ് നാരായൺ. അന്ന് ജയപ്രകാശ് നാരായൺ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് അവതരിക്കുകയാണ്. അധികാര രാഷ്ട്രീയത്തിൽ ഇല്ലാതെ ധാർമ്മികമായ രാഷ്ട്രീയത്തിൻ്റെ മേലങ്കിയിൽ ഈ ധാർമ്മികമായ രാഷ്ട്രീയം ഞാൻ ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുകയാണ്. ആ ഓൾട്ടർനേറ്റീവിനായിരുന്നു അന്ന് വോട്ട് ചെയ്തത്. അല്ലാതെ മൊറാർജി ദേശായിക്കോ മറ്റേ S ചന്ദ്രശേഖരനോ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതിരുന്ന തൻ കാര്യം മാത്രം നോക്കുകയും തൻ പ്രമാണിത്വം മാത്രം പറയുകയും ചെയ്യുന്ന മറ്റ് നേതാക്കൾക്കും അല്ല. JP അന്ന് പ്രധാനമന്ത്രിയാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമുക്ക് മൊറാർജി ദേശായി ആയത് ഡിസപ്പോയിൻമെൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രാജ്യം കൊണ്ടു നടക്കാൻ ആവശ്യമായ വിധത്തിലുള്ളൊരു സംവാദശേഷി പോലും ഉണ്ടായിരുന്നില്ല. ചർച്ച മുഴുവൻ മൂത്രം കുടിക്കലിനെ പറ്റി. അതിനൊക്കെ പുള്ളിയുടെ താല്പര്യങ്ങളെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. പിന്നെ അത് മാത്രമല്ലല്ലോ, പുള്ളി ആരെയാണ് എടുത്തു വെച്ചത്? പുള്ളിയുടെ മകനെ തന്നെയല്ലേ എടുത്തു വെച്ചത്. വിശ്വസ്തനായ ഒരാൾ തനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്തുടർന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാത തന്നെയാണ്. ജവഹർലാൽ നെഹ്റു എപ്രകാരമാണോ ഇന്ദിരാഗാന്ധി എടുത്തു വെച്ചത് അപ്രകാരം ഗാന്ധി വന്ന്. പിന്നെ ഇന്ദിരാഗാന്ധിയും കാന്തിലാലും കൂടി ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഗാന്ധിക്ക് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു തമാശയായിട്ട് മാറിയത്. ഇന്ദിരാഗാന്ധിയുടെ 2 കാലഘട്ടത്തിനിടയിലുള്ള ഒരു തമാശയായിട്ട് ഇവരിത് മാറി എന്നുള്ളതാണ്. ആ ഷാ കമ്മീഷനും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇതൊക്കെ നമ്മൾ എടുത്തു നോക്ക്. ഒരു ഗവൺമെൻറ് കാണിക്കേണ്ട മെച്യൂരിറ്റി കാണിക്കാതിരുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അന്ന് ഓൾട്ടർനേറ്റീവ് ഇന്നില്ല. ആരാണ് ഓൾട്ടർനേറ്റീവ്? ഖാർഗെയാണോ? രാഹുൽ ഗാന്ധിയാണോ? ഇപ്പോൾ മലയാള പത്രങ്ങൾക്കും കേരളത്തിലെ ചാനലുകൾക്കും ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെജ്രിവാളാണ്. കെജ്രിവാൾ ഭരണം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ചാനൽ മറ്റേ സ്വാതി മാലിവാളിനെ തല്ലിയത് പിന്നെ അത് പറയുന്നില്ല. അല്ല, അത് തല്ലിയത് അദ്ദേഹം വളരെ ഉദാഹരണമാണ്. തല്ലിയവനെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? അതായത് വിധി പ്രസ്താവിക്കുന്നതൊക്കെ തല്ലിയ ആൾ തന്നെ. തല്ലിയവനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിക്കുകയാണ്. തല്ലിയവനെന്താ? തല്ലിയവൻ പറയുന്നത് ഞാൻ തല്ലിയത് കെജ്രിവാളിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. എന്തൊരു വിചിത്രമാണ്. മാത്രമല്ല, മലയാളത്തിലെ പത്രങ്ങളും ചാനലുകളും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തോന്നുക? മഹത്തായ ആദർശത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഈ രാജ്യത്ത് കുറ്റിയറ്റുപോകുന്നു എന്ന് വിലപിക്കുന്ന ധാർമ്മികതയ്ക്ക് വേണ്ടി, അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയെന്നാണ്. ഇതല്ല, കള്ള് കച്ചവടത്തിൽ അഴിമതി നടത്തി ജയിലിൽ പോയതാണ്. അതെ, കള്ള് കച്ചവടത്തിൽ അഴിമതി നടത്തി ജയിലിൽ പോയവനാണ് ആദർശ കഥാപാത്രമായിട്ട് കേരളത്തിലെ
മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടുവരുന്നത്. ഈ കേജ്രിവാൾ പുറത്താക്കിയ അണ്ണാ ഹസാരെ ഉണ്ടല്ലോ, അണ്ണാ ഹസാരയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, മലയാള പത്രങ്ങളും മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കില്ല, ഈ കള്ള് കച്ചവടക്കാരന് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്നാണ്. അതായത് അണ്ണാ ഹസാരയുടെ പിൻഗാമിയായി വന്ന് അണ്ണാ ഹസാരയുടെ നിഴൽ പറ്റി നിന്ന് അണ്ണാ ഹസാരെ മുന്നോട്ട് വെച്ച ഒരാശയങ്ങളോടും പ്രതിപത്തിയില്ലാതെ അതിന് വിരുദ്ധമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ട് അണ്ണാ ഹസാരയുടെ മുഴുവൻ ഗ്ലാമർ ഉപയോഗിച്ച ഒരാളാണ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ ഇപ്പോഴും ആ ഗ്രാമത്തിൽ പോയിരിക്കുകയാണ്. ആ അണ്ണാ ഹസാരയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ എടുത്ത് നോക്കി, നന്നായി മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അതിനെ സംബന്ധിച്ചൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചോട്ടിലൊരാൾ പറഞ്ഞു, പല്ലി പോലെ ഇരുന്നവൻ പെരുമ്പാമ്പായി മാറുന്നതാണ് കണ്ടത്. കാരണം എല്ലാം അമുക്കല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ടോ കുടുംബാധിപത്യത്തിനെതിരാണ് അദ്ദേഹം. ഭാര്യയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ഡിമാൻഡ്. അതെ, കുടുംബാധിപത്യത്തിനെതിരെ മിണ്ടുന്നില്ല ഇവിടെ മലയാള പത്രം. ചിലപ്പോൾ അത് നടപ്പാക്കിയിട്ടായിരിക്കും അദ്ദേഹം ജൂൺ 2 തിരിച്ച് സ്വഗൃഹത്തിലേക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഔദാര്യം കോടതികളുടെ. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് ജാമ്യം തരാമെന്നാണ് പറയുന്നത്. എന്തൊരു അവസ്ഥയാണിത്. കോടതി അപഹാസ്യമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അവരുടെ വിധിന്യായങ്ങളിലൂടെ. അങ്ങനെ പോകാൻ പാടില്ല. കാരണം ചോദിക്കാത്ത ഒരിതാണ് കൊടുത്തിരിക്കുന്നത് ഏത് നിയമം അനുസരിച്ച്. ഇന്ന് പ്രബീർ പുരകായസ്ഥയുടെ കേസിലും അദ്ദേഹത്തെ വിട്ടയച്ചേക്കാൻ പറയാണ്. കാരണം ഇതുപോലെ അരാജകത്വം, കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ കേസാ. ഇതുപോലെ അരാജകത്വം ഉണ്ടാക്കുന്ന വിധത്തിൽ ആകുന്ന വിധിന്യായങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് അതുണ്ടെങ്കിലേ പറ്റൂ. ഇയാളുടെ കാര്യത്തിൽ എന്ത് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ മുമ്പിൽ? ഉള്ള മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് വെച്ചിട്ട് ഇയാളുടെ അറസ്റ്റ് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഇല്ല. അതിന് സുപ്രീം കോടതിയിൽ അദ്ദേഹം ജാമ്യം ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ നിങ്ങൾ ജാമ്യം ചോദിക്കൂ, ഞങ്ങൾ ഇടക്കാല ജാമ്യം തരാം. ഏത് വകുപ്പിലാണിത്? എന്താണിത്? ഇനി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അയാളുടെ പേര്? സോറോസ്. സോറിയാസിസ് എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി. കാരണം ലോകത്തിൻ്റെ മുന്നിൽ ചൊറിയും പിടിച്ചിരിക്കുകയാണല്ലോ. ആ സോറോസ് അടക്കം എത്ര പേരാണ് വിലപിച്ചത്. ഇവർക്ക് എന്താണ് ഇത്ര താല്പര്യം? ഈ കള്ള് കച്ചവടത്തിൽ അഴിമതി നടത്തി എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാം ജയിലിൽ കിടക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലുണ്ടല്ലോ. വേറൊരു ഇദ്ദേഹത്തിൻ്റെ സഹമന്ത്രി ഭഗവത്ഗീതയും വായിച്ച് ജയിലിലിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഇവർക്കോ എങ്ങനെ അറിഞ്ഞു അദ്ദേഹം ഭഗവത്ഗീത വായിക്കും? അദ്ദേഹം ചോദിച്ചിരുന്നു ഒരിക്കൽ വായിക്കാനായിട്ട് ഗീത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതാണ്. പിന്നെ ഗീത വേറൊരു കാര്യം, എല്ലാവർക്കും വായിക്കാമല്ലോ. അതിന് കേജ്രിവാൾ മഹാഭാരതവും രാമായണവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വയസ്സ് വൈകിയാണെങ്കിലും നല്ല ബുദ്ധി വരുന്നത് എന്നെ ഞാൻ സ്വാഗതം ചെയ്യണം. ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അവിടെ KS രാധാകൃഷ്ണൻ മഹാഭാരതത്തിനെ പറ്റി ഒരു നമുക്ക് അയാളെ ശരിപ്പെടുത്തണമെന്ന്. അയാൾ BJP ആണ്, അപ്പോൾ അവനെ നമുക്ക് ശരിപ്പെടുത്താം, എന്നാൽ വായിച്ചു കളയാമെന്ന് വെച്ചിട്ടുണ്ടാകാം. മഹാഭാരതവും രാമായണമൊക്കെ ഒരാൾ വായിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാണ്, ഞാൻ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, രാജ്യത്തിൻ്റെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. അതിന് മഹാഭാരതവും രാമായണവും വായിച്ചു എന്ന് പറയുന്ന ഒരു ന്യായീകരണമല്ല. മഹാഭാരതവും രാമായണമൊക്കെ വായിച്ചോട്ടെ, അതിലൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് വായിക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് അദ്ദേഹം വായനക്കാരനാണെന്നാണല്ലോ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ആ പ്രസ്താവനകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംസ്കാരം ഉള്ളതായിട്ട് തോന്നില്ല. അങ്ങനെയില്ല. വായനയുടെ ഒരു സംസ്കാരം വരണ്ടേ? ആ വായനയുടെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുന്നു. എന്തിനേറെ പറയുന്നു, ഏതാണ്ട് 15-16 സീറ്റുകളിൽ മാത്രം ഇവിടെ 10-20 താഴെ സീറ്റുകളിൽ മത്സരിക്കുന്ന CPM-കാർ പറയണത് പിണറായി വിജയനായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഭാഗ്യത്തിന് വിജയൻ അത് പറഞ്ഞിട്ടില്ല. കാരണം വിജയന് മാത്രമല്ല, അദ്ദേഹത്തിന് ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവധിയെടുത്ത് പോവല്ലേ. അവധിയെടുത്ത് പോയി അദ്ദേഹം ആഘോഷിക്കുകയാണ്. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെയാണല്ലോ,
ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഈ ഹോളിഡേ ആഘോഷിക്കണം മറ്റേ ഡൽഹിയിലൊക്കെ ചൂട് വരുമ്പോൾ സിംലയിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഹോളിഡേ ആഘോഷിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഹോളിഡേ ആഘോഷിച്ച് ബ്രിട്ടീഷുകാർ തിരിച്ചു വരുന്ന അതേ പാരമ്പര്യമാണ് നമ്മുടെ കോടതികൾ വെക്കേഷനായിട്ട് എടുത്തിരിക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ അല്ല. കാരണം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിന് പരീക്ഷ പേപ്പർ നോക്കണം, അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തണം, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, അടുത്ത അഡ്മിഷൻ പ്രോസസ്സ് നടത്തണം. ഇതിനൊക്കെയുള്ള സമയമാണ് വെക്കേഷനായിട്ട് വരുന്നത്. ചിലപ്പോൾ കോടതികൾ ഈ ഒരുപാട് കേസുകളിലേ വിധിയൊന്നും അങ്ങനെ പറയാറില്ലല്ലോ. ചിലപ്പോൾ ഈ വെക്കേഷൻ എടുത്തിട്ടായിരിക്കും വിധി എഴുതുന്നത്. ഇല്ല, വെക്കേഷൻ എടുത്ത വിധിയില്ല. ഇവരെല്ലാം വിദേശത്തേക്ക് പോകുന്നു, പല സ്ഥലത്തേക്കും പോകുന്നു, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതിനെക്കുറിച്ച് ഒരു ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഹെവി വർക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സേഷനാണ് എന്നാണ്. ഹെവി വർക്ക് ഉണ്ട് എന്ന് ഇവർ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ ഔട്ട്പുട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഈ ഔട്ട്പുട്ട് വരുന്നില്ല? 80,000 കേസോ മറ്റോ പെൻഡിങ് കിടക്കുമ്പോഴാണ് ഇയാൾക്ക് ഈ ജാമ്യമൊക്കെ കൊടുത്തത്. അത് തോന്നിയതുപോലെ ചെയ്യല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായീകരണമാണ് സുപ്രീം കോടതിക്ക് 38 പ്രാവശ്യം SNC ലാവ്ലിൻ കേസ് നീട്ടിവെക്കാൻ പറയാനുള്ളത്? എനിക്കോ നിങ്ങൾക്കോ ഈ സൗകര്യം കിട്ടുമോ? ഇല്ല, ഗിന്നസ് ബുക്കിൽ വരാനാ. അത് കൊള്ളാം. എനിക്കോ നിങ്ങൾക്കോ ഇങ്ങനെ പോയിട്ട് ഇന്ന് നീട്ടിവെക്കണം എന്ന്? നോ 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 നോ, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്, വി കനോട്ട് അഫോർഡ് ടു എന്ന് പറയില്ലേ? ഇതെന്താ ഇങ്ങനെ നീട്ടി വെക്കുന്നത്? ലിസ്റ്റ് ചെയ്തിട്ട് കേൾക്കാതിരിക്കുക. അപ്പോൾ പറയണത് എന്താണ്? മറ്റേ കേസിൻ്റെ വാദം നീണ്ടുപോയി എന്ന്. ആ കേസിന് മുമ്പ് ഇത് ലിസ്റ്റ് ചെയ്താൽ പോരെ? അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ കുറേ താഴേക്കാണ് ലിസ്റ്റ് ചെയ്യുന്നത്, 152 ഒക്കെ ആയിട്ട്. അല്ല, ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അല്ല, ഇത് നേരത്തെ ലിസ്റ്റ് ചെയ്യാൻ പാടില്ലേ? എന്നിട്ട് ആണ് ന്യായം പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഓൾട്ടർനേറ്റീവ് ഇല്ല. മോദി നിറഞ്ഞു നിൽക്കുന്നു. അല്ല, ഒന്നത്. രണ്ടാമത്, എന്തിൻ്റെ പേരിലാണ് മോദിക്കെതിരെ എന്താണ് പറയാനുള്ളത്? ഒരു അഴിമതി ആരോപണമുണ്ടോ? സ്വജനപക്ഷപാതത്തിൻ്റെ ആരോപണം അല്ല. പ്രതിപക്ഷം ഇത്തവണ ഒരു അജണ്ട നിശ്ചയിക്കുന്ന ഒരു പ്രസ്താവന പോലും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് എന്താണ് മോദിക്കെതിരെയുള്ള ആരോപണം? ഒരു അഴിമതി ആരോപണമുണ്ടോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേറ്ററാണ് മോദി. ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല അത്, ആരും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേട്ടിട്ടുള്ളത് ഈ നെഹ്റുവിൻ പാരമ്പര്യത്തിൽ വന്ന ഒരു സാധനമാണ്, റെട്ടറിക്കാണ്. അതിൻ്റെ പാരഡൈം റെട്ടറിക്കാണ്. വാചകം അടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായ രീതിയിൽ വാചകം പറയുക, ഇപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ശരിയാക്കുന്നു, ഒന്നും ചെയ്യാതിരിക്കുക. അതിൽ നിന്ന് മാറി, റെട്ടറിക്കിൽ നിന്ന് മാറി ഡെലിവറിയിലേക്ക് വരെയാണ്. പറയുന്നത് ചെയ്യാണ്. മാത്രമല്ല, ബേസിക് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തൊരു പ്രൈം മിനിസ്റ്റർ അല്ലേ? ആ ബേസിക് ഇഷ്യൂസിൻ്റെ തുടക്കമാണ് ശൗചാലയ നിർമ്മാണം. അത് ഗാന്ധിയിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ഗാന്ധിയാണ് ആദ്യമായിട്ട് ശൗചാലയങ്ങളുടെ പ്രാധാന്യം കണ്ടെത്തിയത്. ആ ശൗചാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാമത്തിലും ഈ ശൗചാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോഗ്യം സുരക്ഷിതമാകും എന്ന് മാത്രമല്ല, നമ്മുടെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയരുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. ആ നിലപാട് നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ മോദി വരെ കാത്തിരിക്കേണ്ടി വന്നു. ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കാത്തതിൽ എനിക്ക് പരാതിയില്ല. കാരണം ജവഹർലാൽ നെഹ്റു സോവിയറ്റ് യൂണിയൻ്റെ പാവ എന്ന നിലക്ക് വേറെ യാതൊന്നും ചെയ്യാതെ അദ്ദേഹം സോവിയറ്റ് സോഷ്യലിസത്തിൻ്റെയും സോവിയറ്റ് സെക്കുലറിസത്തിൻ്റെയും സോവിയറ്റ് മാതൃകയുടെയും അന്ധനായ ഒരു അനുകർത്താവ് മാത്രമാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും മോചനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുൻപ് റഷ്യയിൽ പോയിട്ട് ഉപദേശം തേടിയിട്ടാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ രാജ്യസഭ TV-ക്ക് കൊടുത്ത പുതിയ അഭിമുഖത്തിൽ ഈ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറും കൂടുതൽ സീറ്റുകൾ കൂടി BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാനും പോകുന്നില്ല. ബാക്കി പ്രതിപക്ഷം പറയുന്നതൊക്കെ വേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഹാർ പോലുള്ള സ്ഥലത്തൊന്നും എതിർപ്പില്ല, ആകെ മോദിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം രാഷ്ട്രതന്ത്രത്തിലെ പ്രൊഫസറാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ. ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഭട്ടാചാര്യ.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്, അദ്ദേഹം എന്നെയും വിളിക്കാറുണ്ട്. കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം വിളിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഇടത് ലിബറൽ സെക്കുലർ ഒക്കെയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോഡി ലഹർ ആണ് ബംഗാളിലെന്നാണ്. മോഡി ലഹർ എന്ന് പറഞ്ഞാൽ ലഹർ എന്നാണ് അദ്ദേഹം വാക്ക് ഉപയോഗിച്ചത്. ഒരു മോദി ലഹരി അതേ കാര്യം തന്നെ ഒറീസയിലുണ്ട്. അത് പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ട്. ഈ ബംഗാളിലും ഒഡീഷയിലും കൂടുതൽ സീറ്റുകൾ കിട്ടും. അല്ല, ഞാൻ ചോദിക്കണ ഒരാളെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറയുമ്പോൾ, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ മാറ്റാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇന്ദിര പോണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. മോദിയെ മാറ്റാൻ നിങ്ങൾക്ക് എന്താണ് കാരണം പറയാനുള്ളത്? രാഹുൽ ഗാന്ധി ഒരു ബുദ്ധിജീവിയാണെന്ന് അംഗീകരിക്കുന്നില്ല എന്നുള്ളതൊരു കാരണമാണോ? അദ്ദേഹം കേംബ്രിഡ്ജിലാണ്, ഓക്സ്ഫോർഡില്ല, എവിടെയാണ്, അവിടെ പഠിച്ചു എന്നാണ് പറയണ. ഒരു കാര്യം രാമനറിയാമല്ലോ, അവിടെ എങ്ങനെയാണ്, അവിടെ 2 സ്ട്രീമുണ്ട്. ഒന്ന് ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് കിട്ടുന്നത്, പിന്നെ പൈസ കൊടുത്ത് കിട്ടുന്ന സ്ട്രീമിലാണ് പഠിച്ചത്. അത് അവർ പരിഗണിക്കില്ല. ഒരു ആഡംബര ഡിഗ്രിയാണ് അതുള്ളത്. കാരണം ഡ്രോപ്പ് ഔട്ടാണ് അദ്ദേഹം സെന്റ് സ്റ്റീഫൻസിന്ന് പോലും ഡ്രോപ്പ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ടയിലാണ് പ്രവേശനം കിട്ടിയത്, ഷൂട്ടിംഗ് റൈഫിൾ. അതെ, അതിനുശേഷം പിന്നെ അദ്ദേഹം ഇന്ന് വരെ നാട്ടുകാരുടെ പുറത്ത് മെക്കിട്ട് കയറുന്ന അല്ലാണ്ട് വരെ ഷൂട്ടിംഗ് ഒന്നും നടത്തിയിട്ടില്ല. നാട്ടുകാരുടെ പുറത്ത് മെക്കിട്ട് കയറുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്ത് കയറി പറ്റി കൂടി അവിടെ ഇരിക്കാനായിട്ട് ഒരു മടിയും ഇല്ലാത്ത. തെലങ്കാനയില് 6 മുതൽ 9 വരെ സീറ്റ് തെലങ്കാന ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, BJPക്ക് കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഗെയിൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, തെലങ്കാന, തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. തമിഴ്നാടും പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ അവർ 5-നും 8-നും ഇടയ്ക്ക് സീറ്റ് കിട്ടുമെന്നാണ് പുതിയ കണക്ക്. തെക്കും കിഴക്കും BJP ഇന്ത്യയുടെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. വാരണാസിയിലെ ഇലക്ഷൻ ആയിട്ടില്ല കേട്ടോ, ഒരു കാര്യം മനസ്സിലാക്കണം. UP ഇലക്ഷൻ ആയിട്ടില്ല. ഉത്തർപ്രദേശിൽ പുള്ളി പ്രസൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് 3 ദിവസം ലോകത്തിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിപ്രധാനമായ യോഗത്തിൽ പോകുന്നത്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്ത് എവിടെ നിന്നെങ്കിലും ഇങ്ങനെ പോകുമോ? അല്ല, വേറെ ആരെങ്കിലും ഈ മത്സരത്തിൽ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തെരഞ്ഞെടുപ്പിന് ജയിച്ചതായിട്ട് പരിഗണിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ടോ? അതുമില്ല. അതാണ് മോദി. അദ്ദേഹത്തെ ഈ കൊല്ലം ഡിസംബർ വരെയുള്ള പരിപാടികൾക്കൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. അല്ല, ഇനി ഞാൻ വേറൊന്നും കൂടി പറയാം. കേരളത്തിലും ഒരു മോദി ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാനത് ഒരിക്കൽ പറഞ്ഞതാണ്, ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന് തന്നെ. ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. അതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. നേരിട്ട് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയില്ല, അതാണ്. മോദിക്ക് വാരാണസിയിൽ കഴിഞ്ഞ തവണ 4,78,000 മറ്റുമായിരുന്നു ഭൂരിപക്ഷം. ഇത്തവണ അത് ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു റെക്കോർഡായിട്ട് മാറാൻ സാധ്യതയില്ല. സർവ്വസാധ്യതയുണ്ട്. മുമ്പ് PV നരസിംഹറാവുവിൻ്റെയോ മറ്റോ. നരസിംഹറാവു പക്ഷേ വേറൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി ആയിട്ട് വന്ന് മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒപ്പോസിഷനൊക്കെ അപ്രസക്തമായതാണ്. കാരണം ആന്ധ്രയിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രിയായി വന്ന് നിന്ന് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോമിനലായിട്ട് എതിർക്കുക എന്നല്ലാതെ വേറെ ആരും ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതിനകത്ത് ഒരുപാട് പേര് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ മുകളിലായിരിക്കും. ഭൂരിപക്ഷം എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് പ്രവചിക്കുന്നേ ഇല്ല. എന്തായാലും ശരിയാണ്, അതൊരു ഭൂരിപക്ഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മറ്റ് രാജ്യങ്ങൾക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ അവർ മോദിയെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4-3 ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒരു അമേരിക്കൻ സ്പെഷ്യലിസ്റ്റാണ്. ഞാനും പക്ഷേ ലാൻഡ് സ്ലൈഡ് വിക്ടറിന്ന് മറ്റേ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ മാഗസിനിലും വായിച്ചിരുന്നു. അത് അങ്ങനെ അവിടെയുണ്ട്. റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രതിരോധ വിദഗ്ധൻ എഴുതിയ ലേഖനത്തിൽ
അല്ല, അത് അമേരിക്കയും അമേരിക്കയിലെ മറ്റേ എന്താണ് വിദേശകാര്യ വകുപ്പും അവരുടെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഇന്ത്യയിൽ അവർക്ക് പ്രതിപക്ഷത്തിന് മത്സരിക്കാനും ഒരു കാരണം പറയാനും ഒക്കെ വേണം. അതിന് തീർച്ചയായിട്ടും മോദി അവർ വിമർശിക്കുക. മലയാള പത്രങ്ങളൊക്കെ മിക്കവാറും പറയുന്നുണ്ട് ഈ പോളിംഗ് കുറവായതുകൊണ്ടേ തോറ്റു പോകുന്നു, വലിയ പ്രശ്നമായിരിക്കും. 200 മലയാള പത്രങ്ങളല്ലട്ടാ, ഈ പത്രങ്ങളല്ല ഇപ്പോൾ. കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിശ്ചയമുള്ളവരിപ്പോൾ ചാനലില്ല, വാർത്താ റിപ്പോർട്ടേഴ്സാണ്. അവർക്കറിയാത്ത ഒരു കാര്യവും ലോകത്ത് അവശേഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചില ചാനലുകളിലെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇരുന്നിട്ട് വിചാരണ നടത്തുകയാണ്. അവരെ തന്നെ ജേർണലിസത്തിൻ്റെ ബേസിക് ലെസൺ തന്നെ നമ്മൾ പങ്കാളികളല്ല, റെഫറികളാണെന്നാണ്. നമ്മൾ പങ്കാളികളല്ല, റെഫറികളാണ് എന്നാണ്. ആ ബേസിക് ലെസൺ മറന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ മാധ്യമങ്ങൾക്കൊന്നും എൻ്റെ രാമ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനമില്ല എന്നുള്ളതാണ് വസ്തുത. ഒറ്റ കാര്യം മാത്രം. മലയാള മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അതിൽ പ്രവർത്തിച്ചിരുന്നൊരു പത്രപ്രവർത്തകനാണ് അങ്ങ്. ഈ 2 പത്രങ്ങളും LDF ജയിക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. 2 പത്രങ്ങളും LDF പരാജയപ്പെടും എന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ ഓൾട്ടർനേറ്റീവായിട്ട് LDF അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ മേൽ വലിയ സ്വാധീനമില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് ആരാണോ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കും. അതിപ്പോൾ, പക്ഷെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. പണ്ട് അങ്ങനെയല്ല. അവരൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാത്തുക്കുട്ടി അച്ചായൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസത്തിനെതിരാണ്. കാരണം എന്താണ്? അത് മനുഷ്യവംശത്തിന് ഉപകാരപ്രദമായ യാതൊന്നും അതിലില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനൊരു നിലപാടുണ്ടായിരുന്നു. മാതൃഭൂമിക്കാണെങ്കിൽ അവർ കോൺഗ്രസിൻ്റെ പത്രം, കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വ എന്ന നിലക്കാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ 2 പ്രമുഖ പത്രങ്ങളും അവർക്കാണ് സ്വാധീനം ഉണ്ടായിരുന്നത്. പിന്നെ കേരള കൗമുദി തിരുവനന്തപുരത്തുണ്ടായിരുന്നു, മലയാള എക്സ്പ്രസ് കൊച്ചിയിലുണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ പത്രങ്ങൾ ചില പ്രദേശത്തുണ്ടായെന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല, ശരിക്കും ഇവർ തന്നെ ഇരുന്നു. പക്ഷെ അവർ പറയുന്നതൊന്നും രാഷ്ട്രീയത്തിൽ വിലപ്പോയിട്ടില്ല. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്ത് ജൂൺ 4-ന് മോദി തോൽപ്പിക്കുന്നത് ഈ മാധ്യമങ്ങളെ കൂടിയായിരിക്കും. ഉറപ്പായിട്ടും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.